നാം ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം പാഠഭാഗമായ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠഭാഗമാണ്. ഇനി എങ്ങനെയാണ് ഒരു കോണ് അല്ലെങ്കിൽ ആംഗിള് വരക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തു തന്നെയാണ്? പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനിയാണ്. ഇവിടെ ഒരു കോണുണ്ട്, അതിന്റെ അളവ് 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. എങ്ങനെ വരക്കുക എന്ന് നോക്കാം. കോൺ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് ലൈൻ തെരഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യം ഒരു കോണ് വരയ്ക്കാൻ വേണ്ടതും എന്താണ്? ഒരു ബേസ് ലൈൻ ആണ്. അതായത് ഈ ഒരു കോണിൽ ഞാൻ ഇതിനെ ബേസ് ലൈൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് വരക്കണം? ആ ഒരു ലൈൻ വരക്കണം. അതാണ് ഞാൻ ഇവിടെ ഒരു ലൈനായിട്ട് വരച്ചിട്ടുള്ളത്. ഒരു ലൈനാണ്, കാരണം ഇവിടെ അളവുകൾ 5 സെന്റിമീറ്റർ ഒന്നും തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതേ അളവിൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരക്കണം. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ നെക്സ്റ്റ് ലൈന്, ഈ ഒരു ലൈന് കൂട്ടിമുട്ടുന്നത് അല്ലേ? ഇവിടെയാണ് നമുക്ക് കോണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നമ്മുടെ പ്രൊട്രാക്ടറിന്റെ ഈ ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ട് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ എന്ത് ചെയ്യണം? നമ്മുടെ ബേസ് ലൈനിന്റെ ലൈനിനോട് ചേർത്ത് വെക്കണം. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആംഗിളിന്റെ കോണിന്റെ ദിശയാണ്. അതായത് ഈ ബേസ് ലൈനിൽ നിന്ന് കോണിന്റെ ദിശ, അതായത് ഇങ്ങോട്ടാണ്. അപ്പം ഇവിടെ എന്ത് വരണം? 0 വരണം. അതായത് ഈ സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പം ഈ ഒരു സൈഡിൽ എന്ത് വരണം? 0 വരുന്ന ഭാഗം, അതായത് താഴെയാണ്. താഴത്തെ നമ്പറാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് എത്ര വേണ്ടത്? 60 ഡിഗ്രിയാണ്. അപ്പൊ താഴെ 60 വരുന്ന സ്ഥലം നോക്കുക. 10, 20, 30, 40, 50, 60. അപ്പൊ ദാ ഈ പോയിന്റ് ആണ് എന്ത്? 60 എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യാം? ഒരു കുത്തിട്ട് വെക്കുക, ഒരു പോയിന്റ് ഇടുക. ഇനി എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു പോയിന്റും നമ്മുടെ ഈ പച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിന്റെ ഈ ഒരു എൻഡ് എന്ത് ചെയ്യുക? കൂട്ടിമുട്ടിക്കുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഒരു കോണ് കിട്ടിയ ആംഗിള് എത്ര നമ്മൾ എടുത്തിട്ടുള്ളത്? 60 ഡിഗ്രി. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഇവിടെ ഈ ലൈൻ അങ്ങോട്ട് നീട്ടി വരക്കുകയാണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ആ ഒരു ആംഗിൾ ഇപ്പം ഫോർ എക്സാമ്പിള് 55 ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ നമ്മൾ എങ്ങനെ വരക്കുക? നമ്മൾ ഈ ഒരു ലൈനിന്റെ അറ്റത്ത് നമ്മുടെ പ്രൊട്രാക്ടർ കൊണ്ടുപോയി വെക്കുമല്ലേ? ഇനി നാം നോക്കേണ്ടത് ആ ഒരു ആംഗിളിന്റെ ദിശയാണ്. ഇതാണ് നമ്മുടെ ബേസ് ലൈന്. ആംഗിൾ ഈ ഒരു ലൈനിലോട്ട് പോകുമ്പോൾ ദേ ഇങ്ങോട്ടാണ്. അപ്പം ഈ ഒരു ഭാഗത്ത് പ്രൊട്രാക്ടർ ഇങ്ങനെ വരിക. പ്രൊട്രാക്ടറിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് വേണം? 0 വേണം. അതായത് ഇവിടെ 0 ഉള്ളത് മുകളിലാണ്. ഇപ്പൊ മുകളിലത്തെ സംഖ്യ നോക്കേണ്ടത് അത് 55 ആവണം. അവിടെ എന്ത് ചെയ്യാം? ഒരു കുത്തിട. ദേ ഇവിടെ ആയിരിക്കും. 50ന്റെയും 60ന്റെയും ഇടയിൽ വരുന്ന ഒന്നുകൂടി വലിയ വരയാക്കിയിട്ടുള്ള ആ ഒരു ലൈനാണ് എന്ത്? 55. അവിടെ നമ്മൾ പോയിന്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ ഒരു പോയിന്റും ഈ ഒരു ലൈനും തമ്മിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ കിട്ടും? 55 ഡിഗ്രി കോണ് അല്ലെങ്കിൽ ആംഗിൾ കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ലൈന് തന്നെ ബേസ് ആക്കിയിട്ട് എടുക്കണം എന്നില്ല. ഈ ഒരു ലൈന് കണ്ടോ? ഈ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ആംഗിള് അളക്കണം എന്നില്ല. നമുക്ക് ഈ ലൈൻ ഉപയോഗിച്ചിട്ടും അളക്കാം. അതായത് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഈ ഒരു ലൈന് ഇങ്ങോട്ട് വെക്കുക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആംഗിൾ ദേ ഇങ്ങോട്ട് ഈ ദിശയിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് 0 വരുന്ന രീതിയിൽ. എവിടെയാണ്? മുകളിലത്തെ സംഖ്യയാണ്. മുകളിലത്തെ സംഖ്യ നോക്കുക. മുകളിലത്തെ സംഖ്യ നോക്കി ഈ ഒരു ലൈന് തട്ടുന്ന ആ ഒരു പോയിന്റ് എത്രയാ? 60 ചെറിയൊരു വ്യത്യാസം ഉണ്ട്. 62 ഒക്കെ ആയിട്ടുണ്ട്. അത് ടെക്നിക്കൽ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നമാണ്. നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ശരിയാവും ട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നോക്കേണ്ടത്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.